മെഡിസിൻ ഓർഡറിലേക്ക് വരുമ്പോൾ ഉള്ള ഒന്ന് രണ്ട് കുറച്ച് ഫങ്ഷൻസ് ഒന്ന് പറയാം. നമുക്കിവിടെ ബ്രാൻഡ് നെയിം ടൈപ്പ് ചെയ്യാം, ഓർ മോളിക്യൂൾ നെയിം ടൈപ്പ് ചെയ്യാം, ഓർ ടെംപ്ലേറ്റ് നെയിം. ഇപ്പൊ ഫീവറിന് ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടെംപ്ലേറ്റ് നെയിം ടൈപ്പ് ചെയ്യാം. അത് യെല്ലോ കളറിൽ അവിടെ കാണിക്കുന്നുണ്ടാവും. അവിടെ ഒന്നും മാറ്റേണ്ട, അങ്ങോട്ടും മാറ്റേണ്ട, അവിടെ ചുമ്മാ ടൈപ്പ് ചെയ്തത് വന്നോളൂ. നമ്മളിവിടെ ഡോക്ടർ ഫേവറേറ്റിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഡോക്ടർ ഏറ്റവും കൂടുതൽ എഴുതുന്ന മരുന്ന് ഏറ്റവും ടോപ്പിൽ എന്ന ഓർഡറിൽ അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. ജസ്റ്റ് ആ റൈറ്റ് സൈഡിൽ ആ മരുന്നിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ ഡോക്ടർ ഈ മരുന്ന് സ്ഥിരമായി എഴുതുന്ന പാറ്റേൺ ഉൾപ്പെടെ അവിടെ കോപ്പി ആയി. ഇത് ഡോക്ടർ രാജുവിന്റെ പാറ്റേൺ ആയിരിക്കത്തില്ല ഡോക്ടർ ഡേവിസിന്. ഓരോ ഡോക്ടർക്കും തനി മെമ്മറിയാണ്. സോ ഓരോരുത്തരുടെയും ആ മെമ്മറി അവിടെ കോപ്പീഡ് ആയിട്ടുണ്ടാവും. ഇനി എന്റെ സ്ഥിരം പാറ്റേണിൽ നിന്ന് മാറിയാണ് ഈ പേഷ്യന്റ് കൊടുക്കാൻ പോകുന്നതെങ്കിൽ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യണ്ട, അവിടെ സിംഗിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ എനിക്ക് ഈ പേഷ്യന്റിന് വേണ്ടിയിട്ട് ഡേയ്സും ഫ്രീക്വൻസി എല്ലാം ടൈപ്പ് ചെയ്ത് പ്രൊസീഡ് ചെയ്യാനായിട്ട് വന്ന് നിൽക്കും. ഡിഫറൻസ് ഒന്നുകൂടെ പറയാം. ആ ഫേവറേറ്റിൽ പോയി ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ മെഡിസിൻ വിത്ത് പ്രിസ്ക്രിപ്ഷൻ പാറ്റേൺ ലോഡ് ആകും. സിംഗിൾ ക്ലിക്ക് ആണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ നമ്മൾ ഡേയ്സ്, ഞാൻ 5 ഡേയ്സിന് ഈ പേഷ്യന്റ് 15 ഡേയ്സ് ആണ് കൊടുക്കുന്നത്, 1 ഈസ് TDS ചെയ്യും. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും വേരിയേഷൻ വരുത്താനുണ്ടെങ്കിൽ ഇനി കുഴപ്പമില്ല, ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്നാലും എന്തിനാണോ വേരിയേഷൻ വരുത്തേണ്ടത് അവിടെ പോയി നമ്മൾ എന്ത് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്തിട്ട് ചേഞ്ച് ചെയ്താലും മതി. ഇനി ഒരു പ്രത്യേക നോട്ട് എഴുതണമെങ്കിൽ ആ നോട്ട് ഇവിടെ എഴുതാം. അഡ്വൈസസ് നമുക്ക് ഇവിടെ 2 രീതിയിലാണ് എഴുതാൻ പറ്റുക. പെർ മെഡിക്കേഷൻ, പെർ മെഡിസിൻ അഡ്വൈസും ഉണ്ട്. ടോട്ടൽ ആ മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ എഴുതിയതിന് ഒരു അഡ്വൈസ് ഉണ്ട്. അപ്പം ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഒരു മരുന്ന് എങ്ങനെ ഉപയോഗിക്കണം എന്നത് ഡോക്ടർക്ക് ഓരോ തവണയും ടൈപ്പ് ചെയ്യാം. കണ്ടിന്യൂസ് ടൈപ്പ് ചെയ്താൽ അത് മെമ്മറിയിൽ എടുക്കാൻ ഓൺ ചെയ്ത് വെക്കാം, മെമ്മറിയിൽ എടുക്കും. അതർവൈസ് ഐറ്റം മാസ്റ്ററിൽ ഇന്നത് എൻട്രി ചെയ്യാൻ പറഞ്ഞ് ഡോക്ടർക്ക് സജസ്റ്റ് ചെയ്യാം. ഈ മരുന്ന് ഞാനല്ല ഏത് ഡോക്ടർ കൊടുത്താലും അതിന്റെ ഉപയോഗത്തിൽ ഈ കാര്യം ശ്രദ്ധിക്കണം എന്നൊരു ഡോക്ടർക്ക് അഡ്വൈസ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഐറ്റം മാസ്റ്ററിൽ തന്നെ സേവ് ചെയ്യാനായിട്ട് പറയാം. സേവ് ചെയ്താൽ പിന്നെ ഈ മരുന്ന് ഏത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താലും ആ അഡ്വൈസ് കൂടെ വരും. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? സോ അത് അങ്ങനെ മാസ്റ്റർ ആയിട്ടും വെക്കാം, ഒരു ഡോക്ടർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടും വെക്കാൻ പറ്റും.